പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്ത് സഞ്ചാരികളുടെ സുരക്ഷയിൽ ആശങ്ക. ബീച്ചിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകളും പണിമുടക്കിയതോടെ തീരം ഇരുട്ടിലാണ്. സഞ്ചാരികളും നാട്ടുകാരും ആശങ്കയിലും. $25 ലക്ഷം മുടക്കി വിനോദസഞ്ചാര വകുപ്പ് കോവളം ബീച്ചിൽ സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളുടെ അവസ്ഥയാണിത്. ബീച്ചിൽ ഇത്തരത്തിൽ 57 ക്യാമറകളുണ്ട്. പക്ഷേ മിക്കവയും പ്രവർത്തിക്കുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകളും കത്തുന്നില്ല. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വൈഫൈ ഇല്ല, ക്യാമറ ഇല്ല. കള്ളന്മാരെ പിടിച്ചുപറി കൂടുതലാണ്. ഇത് നമ്മൾ പലതവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ടൂറിസം മന്ത്രിയും അങ്ങനെയുള്ള വേണ്ടപ്പെട്ട ആളുകളോട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോഴും ചെറിയൊരു പരിഹാരം കാണും, പിന്നെ പരിഹാരങ്ങളൊന്നുമില്ല. പാമ്പ് പകലും രാത്രിയും ആളുകൾക്ക് വഴിയടക്കാൻ പാങ്ങില്ല. അത്രയും പാമ്പുണ്ട്. പുറകുവശത്തൊന്നും ലൈറ്റും ഇല്ല. ചപ്പും ചവറും വേസ്റ്റും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതുവരെ കോവളത്ത് വന്നിട്ടില്ല. കോവളം ജംഗ്ഷൻ മുതൽ ബീച്ചിലേക്കുള്ള കവാടം, ലൈറ്റ് ഹൌസ്, ബീച്ച്, ഹവ്വ ബീച്ച്, ഇടക്കല്ല്, പാറക്കൂട്ടങ്ങൾ, ഇടറോഡുകൾ എന്നിവിടങ്ങളിലെ ക്യാമറകളാണ് പണിമുടക്കിയത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിനാണ് വാർഷിക. അവർ ആവശ്യപ്പെട്ട 26 ലക്ഷം രൂപ വിനോദസഞ്ചാര വകുപ്പ് നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിനോദസഞ്ചാര വകുപ്പും കേരള സംസ്ഥാനവും എന്നും മുൻപന്തിയിലാണ്. പക്ഷേ കാലാനുസൃതമായി ഇത് പരിപാലിക്കുന്നതിൽ എന്നും പിൻപന്തിയിലും. ക്യാമറ കണ്ണുകൾ മിഴുതുറക്കാത്ത, സ്ട്രീറ്റ് ലൈറ്റുകൾ വർക്ക് ചെയ്യാത്ത കോവളം ബീച്ചിൽ നിന്നും ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.